സംഘർഷം വന്നു കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താൻ, അതിനെ ഒന്ന് ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു ആദർശങ്ങൾ നമ്മളെ കുട്ടികളിൽ നിന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമം. അവരുടെ ആദർശങ്ങൾ അവർ കണ്ട സിനിമകളും അവർ കണ്ട ഗെയിമുകളും അവർ കണ്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളും അവർ കണ്ട കമ്പാരിസണുകളുമായി മാറുമ്പം അവരുടെ ആദർശങ്ങൾ അതിലേക്ക് വഴി മാറുമ്പം ഇതുപോലുള്ള ഒരുപാട് ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ലഹരിയുടെയും പകയുടെയും വിദ്വേഷത്തിൻ്റെയും അടക്കാൻ പറ്റാതെ ഒന്ന് ക്ഷമിക്കാൻ പറ്റാതെ നിലനിർത്തുന്ന അവരുടെ ഇതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു ചർച്ചകളുണ്ടല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു ചെറിയൊരു പ്രശ്നം, ഒരു പ്രണയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായി, അതിൻ്റെ പേരിൽ ഒരു വൈകാരികമായിട്ടുള്ളൊരു സംഘർഷം അവിടെ ഉടലെടുക്കുന്നു. അത് പിന്നെയും ഇങ്ങനെ ചർച്ചകളിലൂടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ടുള്ള സ്വാധീനം ഇൻസ്റ്റാഗ്രാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇൻസ്റ്റാഗ്രാമിൽ ഈ കൊലപാതകം ചെയ്ത കുട്ടികൾ തന്നെ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക.